എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ അടുത്ത സംസ്ഥാനമായ ജാർഖണ്ഡിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ലിപിനെ? ഞങ്ങൾ ജാർഖണ്ഡിൽ ഇന്നലെ രാത്രി എത്തിയതാണ്. ഞങ്ങൾ ഈ കാണുന്ന പമ്പിൽ ഞങ്ങൾ എണ്ണ അടിച്ചു. ഇവിടെയാണ് പാർക്ക് ചെയ്തത്. രാവിലെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഞങ്ങളിപ്പോൾ മുന്നോട്ട് ഞങ്ങൾ ജാർഖണ്ഡിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. ഗൈസ് നോക്കൂ, ആ ഫുഡ് ഉണ്ടാക്കിയ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും അഭിരാമിയുടെ ചാനൽ നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇന്നലെ രാത്രി ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ആ മഴ ഇപ്പോഴാണ് അസ്തമിച്ച് ഒങ്ങ് മാറിയത്. അതായത് രാവിലെ ഇന്നലെ നല്ല തണുപ്പായിരുന്നു. കാരണം ഇവിടെ ഹ്യൂമിഡിറ്റി ലെവൽ വളരെ കുറവാണെന്ന് തോന്നുന്നു. ഗൈസ് നോക്കൂ, അപ്പം നമ്മൾ ധോണിയുടെ വീട്ടിലേക്ക് പോകാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. അതായത് റാഞ്ചി. ഗൈസ് നോക്കൂ, ഇവിടുന്ന് 150 കിലോമീറ്ററാണ് പുള്ളിയുടെ ഫാം ഹൗസിലേക്ക്. അപ്പം നമ്മൾ ആ ലൊക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് 150 കിലോമീറ്റർ വരെ എന്തില്ല, റോഡില്ല. 4 ലൈൻ ഇല്ല, 2 ലൈനേ ഉള്ളൂ. എനിക്ക് തെറ്റിപ്പോയി. എൻ്റെ തെറ്റിൽ ഞാൻ അതിയായി ഖേദിക്കുന്നു. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങിയാണ്. ഇന്നത്തെ വീഡിയോ ധോണിയുടെ വീടായിക്കോട്ടെ. നമുക്ക് ധോണിയുടെ പശുവിനെ കാണാം. ഇല്ല, അതൊന്നും കാണാൻ പറ്റില്ല. ഗേറ്റിൽ പോയിട്ട് ഇങ്ങനെ വായും വിളിച്ചിരിക്കാം. ധോണി നമ്മൾ ബയ്യോയെ നീ പുറത്ത് പറയണം, നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അത് കോണി, ഇത് ധോണി. പോവാം ഗൈസ്, നോക്ക് നമുക്ക് വണ്ടി എടുക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര നമുക്ക് തുടങ്ങാം കേട്ടോ. അമ്മേനെ ബ്യൂട്ടീഷ്യൻ ചെയ്യുക, കണ്ണെഴുതുവാണോ? അപ്പനെ പൊട്ട് തൊട്ട് കൊടുത്തോ? അപ്പ പൊട്ട് തൊട്ടുവാ. അപ്പന്റെ മുഖത്ത് എന്തൊക്കെയല്ലേ അപ്പ മറ്റേ ടോളിന് അവിടെ ഇങ്ങനെ കാണിച്ചാൽ 10 രൂപ കിട്ടും. അങ്ങനെയല്ല, ഇങ്ങനെ പൊട്ടൊക്കെ തൊട്ടോ? ഗൈസ്, ഇവിടുന്ന് 143 കിലോമീറ്റർ 2 മണിക്കൂർ, അതായത് 3 മണിക്കൂർ വരും ധോണിയുടെ വീട്ടിലേക്ക്. ഇതാണ് ലൊക്കേഷൻ. ആരാ? മൈക്കിളാണോ? ഒരെണ്ണം രാവിലെ മുതൽ തുടങ്ങിയിട്ട് അലമ്പ് ഗുസ്തിയെന്ന്. മുടി വെട്ടാൻ സമ്മതിക്കില്ല. മുടി വെട്ടാൻ പല രീതിയിലുള്ള സർക്കസും ശ്രമിച്ചു നോക്കി, നടക്കുന്നില്ല. ലിവിൻ്റെ ഫോണും സാധനമൊക്കെ തപ്പി കറങ്ങി നടക്കുകയാണ്. കിട്ടിയെന്ന് തോന്നുന്നു. മമ്മീനെ മേക്കപ്പ് ചെയ്യിച്ചോടി. ഇനി എന്നാ ചെയ്യുന്നത്? ഐബ്രോ സ്റ്റേഷനോ? ദൈവത്തിനറിയാം. ഗൈസ്, എന്തായാലും നമുക്ക് ഫൈനലി മുന്നോട്ട് പോകട്ടോ. അമ്മ ബ്യൂട്ടി സ്റ്റേഷനൊക്കെ ചെയ്തല്ലേ? ഇതെന്നാ മോത്തിരിക്കുന്നേ? ലിറ്റിക്ക നമ്മുടെ പല്ലേൽ എങ്ങനെയാ വന്നേ? ലിറ്റിക്ക് വെച്ചാ ഈ സംഭവം എങ്ങനെയാന്ന് പറയാ? എന്നോട് ചോദിച്ചു ലിപ്സ്റ്റിക്ക് ഇട്ട് തരുമോന്ന്. ഞാൻ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു നല്ല സുന്ദരിയായിട്ട് ഇരിക്കട്ടെ. എവിനെ അമ്മ വേറെ കാര്യമുണ്ട്. ഈ ലിസ്റ്റിക്ക് എന്നാ ഉണ്ടാക്കിയാന്നറിയോ? തണുപ്പത്ത് ചുണ്ട് പെണ്ണുങ്ങൾക്ക് പൊട്ടാതിരിക്കാനാണ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയത്. അതിപ്പോ എല്ലാരും ഡെയിലി തേക്കുന്നു. അത്രേ ഉള്ളൂ. നീ പെണ്ണാണോടാ? നോക്കിക്കേ. ഇല്ല എന്താ പോവാന്ന്? ഫൈനലി നമ്മൾ അങ്ങനെ കിടന്ന സ്ഥലത്തു നിന്ന് വാഹനം എടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ധോണിയുടെ വീട്ടിലേക്കാണ് ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത്. 3 മണിക്കൂർ വേണം കേട്ടോ ധോണിയുടെ വീട്ടിലോട്ടോ. എനിക്ക് തോന്നുന്നതേ നമ്മൾ വന്ന പോലെ ഒറീസന്ന് കയറിയ പോലെ തന്നെ ജാർഖണ്ഡിലെ 150 കിലോമീറ്റർ ഈ കാണുന്ന ഹൈവേ ഫുൾ ഇതേപോലെ സിംഗിൾ ലൈനാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് മതിൽ ചാടി കയറിയാലും ധോണിയിൽ നിന്ന് കാണണം. അതെ, നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ റോഡാണ് റാഞ്ചി റൗക്കേല ഹൈവേ കേട്ടോ. ഈ കാണുന്ന 2 വരി പാതയ്ക്ക് ഈ പറഞ്ഞ പേരാണ് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 വരി പാതയെ നമുക്ക് 150 കിലോമീറ്റർ വരെ കിട്ടാനുള്ളൂ. നമ്മൾ പോകുന്ന റാഞ്ചിയില്ലേ, അത് ജാർഖണ്ഡിന്റെ ക്യാപിറ്റലാട്ടോ. അത് മാത്രമല്ല, ക്യാപിറ്റൽ ആയതുകൊണ്ടും ഈ റാഞ്ചിയുടെ തൊട്ട് നടുക്കൊന്നുമല്ല ധോണി താമസിക്കുന്നത്. പണ്ട് തൊട്ട് നമ്മൾ ടിവിന്റെ അത് കേട്ടില്ലേ, റാഞ്ചി ക്രിക്കറ്റ് ടെസ്റ്റ്. ഒരു നല്ലൊരു സ്റ്റേഡിയം കൂടി ഉണ്ട് പഴയ അവിടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഈ റൂട്ടില്. ഈ 11:15 ഇത്ര ആളെന്താ റാഞ്ചിന്ന് 130 കിലോമീറ്റർ അല്ലേ ഇങ്ങോട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ റാഞ്ചിയിലോട്ട് പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പാതയും കൂടിയാണിത്. ഇവിടുത്തെ മെയിൻ റൂട്ട് ബസ് ഇതാ, ടാറ്റ മാർക്കോപോള. എന്തോരം വണ്ടി ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടു തീർത്ത്. എന്തോരം വണ്ടിയാന്നറിയാം. ഇവർ മെയിൻ ആയിട്ട് ഈ സാധനം ഉള്ളു കേട്ടോ, വേറെ വണ്ടിയൊന്നും ഇല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ മാർക്കോപോള ഫ്രണ്ടിലും ബേക്കിലും അവർ പ്രത്യേകത അടിച്ചു വെക്കുന്നുണ്ടോ വണ്ടി തട്ടാതിരിക്കാൻ വേണ്ടി? മാത്രമേ ഉള്ളൂ. ഈ എന്നാ പറയാ, അതിന്റെ പ്രത്യേക പേര് ക്രാഷ് കാർഡ്.
ആ ഇവിടെ ഹെൽമെറ്റ് ഒന്നും അത്ര വിഷയമല്ലെന്നേ. ഇവിടെ ഇവരെ പിടിക്കുകയില്ല. ഇവിടെ ഈ നമ്മൾ കേരളം തമിഴ്നാട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ തദ്ദേശീയരായ ആൾക്കാരെ പിടിക്കുകയില്ല. പുറത്തുനിന്ന് നമ്മളാണ് അവരുടെ ഇര. അവരെ പിടിച്ചാൽ തന്നെ 50 രൂപ 100 രൂപ 70 ഒന്നുമില്ല. പോക്കറ്റിൽ കൊടുക്കാനുള്ള കൊടുക്കോ പോവോ. പക്ഷെ ഒരു കാരണവശാലും ഗ്രാമത്തിലെ ആൾക്കാരെ പിടിക്കില്ല, ടൗണിലുള്ള ആൾക്കാരെ പിടിക്കുകയുള്ളൂ. ഒരു ഗ്രാമത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ടൗണിലുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഏരിയ. എവിടെ ഇതൊരു ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെ ഇത്ര വലിയ ടൗൺ ഉണ്ടാവൂലല്ലോ. ആയിരിക്കാം. കാരണം ഇത്രയും നമ്മൾ കണ്ടുവന്ന ഗ്രാമങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒറീസ കഴിഞ്ഞ് ജാർഖണ്ഡിലെ ആദ്യത്തെ ടൗണും ഒക്കെ ആയിരിക്കാം. അതെ. ഈ തൊട്ടപ്പുറത്ത് വലിയൊരു ബസ് സ്റ്റോപ്പ് നോക്കിയേ. വലിയൊരു ബസ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മേ അത് തന്നെ നോക്കിയേ. എല്ലാ മാർഗപ്പോളാ എടാ സ്റ്റാൻഡ് മൊത്തം നിങ്ങൾ എണ്ണി നോക്കിക്കേ. അല്ല ഇത് മറ്റേ ടുക്ടുക്കാ. ഇത് ഇലക്ട്രിക്കൽ ടുക്ടുക്കാ. നോക്കിയേ എന്തോരം മാർഗപ്പോളാ നോക്കിയേ. ഈ മാർഗപ്പോള ഇന്ത്യ മൊത്തം ട്രെൻഡായ കേട്ടോ. രക്ഷപ്പെട്ടില്ലേ. എന്തോരം വണ്ടി ഇറങ്ങിയെന്നറിയോ ടാറ്റയുടെ. ഇവിടെ 32 സീറ്റാട്ടോ ഏറ്റവും കൂടുതൽ. ഇവിടെ ഏറ്റവും ഓട്ടയായിട്ട് ഓടുന്നത് ടുക്ടുക്ക് കേട്ടോ. ഇലക്ട്രിക്കൽ ടുക്ടുക്ക്. പ്ലെയിൻ ആയ സ്ഥലങ്ങളിലെ ഏറ്റവും കൂടുതലുള്ള ടുക്ടുക്ക്. ഈ തൊട്ടിപ്പുറം കണ്ടോ അവിടെ തന്നെ ഇത് കണ്ടോ. ഇത് ലോങ് ബസ്സാ. ലോങ് ബസ് കണ്ടോ. ലോങ് ബസ് സ്കൈലൈനും ടാറ്റയും പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ഭാരത് ബെൻസും പലതും ഒക്കെ ഉണ്ട്. കാര്യം ശ്രദ്ധിച്ചോ അവിടെ ഒരു 30 വണ്ടിയെങ്കിലും ഉണ്ടോ. ആകെ ഉള്ള 2 ലൈലാൻഡ്, ബാക്കിയെല്ലാം ടാറ്റ. ഇത് സിഗ്നൽ പോലീസ് നിൽക്കുന്ന കേട്ടോ. വടിയും കൊടയൊക്കെ ആയിട്ട്. നമ്മുടെ നാട്ടിൽ പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല. സിംദേല. അപ്പൊ ഈ ടൗണിന്റെ പേര് സിംദേല എന്നായിരിക്കും. ഫാരിസ്ട്രോം ഏറ്റവും കൂടുതൽ പോലീസുകാർ ഉപയോഗിക്കുന്നത് ജാർഖണ്ഡിലാണ്. ഏറ്റവും കൂടുതൽ പെട്രോളിംഗ് പോലീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ സാധനം. ഈ കാണുന്ന സ്ഥലമൊക്കെ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോടാ. ഇവിടെ സ്കൂൾ തന്നെയാണ് നീ പറഞ്ഞ പോലെ തന്നെ അല്ലേ. രാവിലെ വന്ന് പിള്ളേരെല്ലാം സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓരോ ബിൽഡിംഗ് ഒക്കെ നോക്കിയ സൈഡില് പേടിയാവുന്നു കണ്ടിട്ട്. എത്ര കൊല്ലം പഴക്കമുണ്ടോ. ഒരു 10-45 കൊല്ലം പഴക്കമുണ്ടോ കേട്ടോ ഇതിനൊക്കെ. അല്ലേ. ഇവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം നല്ല നല്ല വീടുകൾ വന്നു. പക്ഷെ ഇവരുടെ വീട് എങ്ങനെയാണെന്നറിയില്ല. ഇവനെ അടിയിലൊരു നില ഇവർ താമസിക്കും. ബേക്ക് ഇവർ 2-3 നില മേലിൽ പണിയും. അത് മൊത്തം വാടകയ്ക്ക് കൊടുക്കും. അതാണ് ഇവരുടെ മെയിൻ പരിപാടി. പോകുന്ന വഴിയിലെ പമ്പുകളൊക്കെ ഉണ്ടല്ലോ അത്ര നല്ല പമ്പുകളൊന്നുമല്ല. എല്ലാം പഴയ രീതിയിലുള്ള പമ്പുകളാട്ടോ. പലതിലും ബാത്റൂം ഒന്നും പ്രവർത്തിക്കുന്ന പോലും ഇല്ല. ഇവിടുത്തെ വേറൊരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് ബാത്റൂം കൊടുക്കും, ആണുങ്ങളോട് പറമ്പിലും പൊക്കോളാൻ പറയും. ഗൈസ് വണ്ടി നിർത്തി ഞങ്ങളെ അവിടെ പ്രത്യേകമായ രീതിയിൽ ഇവർ മീൻ കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടോ. വണ്ടി ഇവിടെ സൈഡ് കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ ഒതുക്കി. ഈ ഓട്ടോയിലൊക്കെ ഒരു 10-20 പേര് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. മൈക്കിൾ കുട്ടീനെ ഞങ്ങൾ ഇറക്കി കേട്ടോ. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ കുളം അതുപോലെ പുഴ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഇവൻ കയറത്തില്ല. വെള്ളം ഇവർ ഭയങ്കര ഭ്രാന്താണ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ കുളത്തിലെ മീൻപിടുത്തം കാണും കേട്ടോ. മീൻ എത്ര കേട്ടുന്നതെന്ന് അറിയാമോ. റോഹു ആണോ പിരാനി ആണോ സിലോപ്പി ആണോ കാണാം. ഏറ്റവും നല്ലതാണ് നമ്മളിന്ന് മേടിക്കും. വൈകുന്നേരം കറി വെക്കാം. നല്ല മോൻ നമ്മൾ പേടിപ്പിക്കുന്നുണ്ടോ കുറെ നേരം. എന്നാ പപ്പേ എന്നാ മീൻ എന്നാ കോൺസാ മച്ചലി കോൺസാ മച്ചലിയേ കോൺസായേ അച്ഛാ. ഓ മീൻ പിടിക്കും കേട്ടോ. കുളം പറ്റിച്ചുള്ള പിടുത്തവാ. കോൺസാ മച്ചലിയാ പയ്യ ഉസ്കോ പത്തായെന്നാ പറഞ്ഞേടാ. നമുക്കറിയത്തില്ലല്ലോ. മാലിക്കേ ഒട്ടും പ്രതീക്ഷിക്കണ്ട. റോഹും കട്ടളയാണ്. ഞങ്ങൾ വൈകുന്നേരക്ക് മീൻ വെച്ചൊരു കറി, മീൻ കറി കൂട്ടി ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ വന്നേ. പിലോപ്പി വരെ നമുക്ക് താങ്ങായിരുന്നു. കട്ടള പറ്റൂല, ഒരു കട്ടുകവയത് അല്ലേ. ഗൈസ് നോക്കി ഇതുണ്ടോ. ഇങ്ങോട്ട് നോക്കിയേ. അവരെ മീന് വലിയ വലയിൽ അങ്ങേ അറ്റത്തൂന്ന് പിടിച്ചോണ്ട് വരുന്ന ഇങ്ങേ അറ്റം വരുമ്പോൾ കാണാം എന്നാന്നുള്ളത്. ചെമ്മീൻ ഉണ്ടായിരുന്നാലും മേടിക്കായിരുന്നു. ചെമ്മീനൊന്നും ഉണ്ടാവില്ല ഈ കെട്ടിനകത്ത്. ശുദ്ധവെള്ളം കാണുന്ന സാധനം എന്നാന്ന് മനസ്സിലായോ. ആൾക്കാരെ അവര് കിടക്കുന്ന സാധനം തോന്നുന്നു കേട്ടോ. രാത്രി ഇതിന് കാവല്. আমি মনের মানুষ পেলাম কই প্রাণ খুইলা দুটো কথা কই আমি মনের মানুষ পেলাম কই প্রাণ খুইলা দুটো কথা কই. ഫൈനലി നമ്മള് വല അടുത്ത് കേട്ടോ. ഇപ്പം മീനെ കിട്ടും. ഇപ്പം കിട്ടും. ഈ പുള്ളിക്കാരൻ ഇവരുടെ ലോക്കൽ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. പുള്ളിയുടെ ആയിരിക്കും. ബാക്കിയുള്ളവർ പണിക്ക് വന്നായിരിക്കും. ഒരു സാധനവും ഇല്ല കേട്ടോ. ഒന്നുമില്ല.
അയ്യേ വെറും ഇത് മാത്രം, മട്ട് മാത്രം. ഉണ്ട്, ചെറിയ മീനുണ്ട് ഇതിന്, പൊടിമീനുകളുണ്ട്. പുള്ളി റോഹു, പിരാന, കട്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ റോഹു, അതാ ആ കിങ്ങനെ ചെറിയ മീനില്ലേ അത് റോഹു. അത് മിട്ടിലാണോ അത്? അയ്യേ ഒന്നുമില്ല. അയ്യേ ചേടാ കുഷ്ണി കുച്ചിനയ്യ ചീത്തി. ഉറുമ്പ് കടിച്ചെന്നവനെ. അതിനകത്തൊന്നും ഇല്ലേ? പെടക്കേണ്ട സമയമായി ചേട്ടാ. അത് പെടക്കേണ്ട സമയം കഴിഞ്ഞു. ഉണ്ട്. വെറുതെ ഷക്കീലപ്പടം കണ്ടല്ലേ കേട്ടോ. കുഞ്ഞു കുഞ്ഞുള്ള അത് ഞാൻ നേരത്തെ കണ്ട. അല്ലേ അപ്പാ, പഴയ ഷക്കീലപ്പടം കണ്ടപോലെ ആയിപ്പോയി. ലാസ്റ്റ് ഒന്നുമില്ല. ഉള്ളിയുടെ തോല് വിളിച്ചോലെ ആയിപ്പോയി. നിന്നല്ലേ. അയ്യേ പണ്ടൊക്കെ നമ്മള് മറ്റേ പോസ്റ്റർ കണ്ട് സിനിമ കാണാൻ വേണ്ടി പോയ പോലെ ഇരിക്കും. ഒന്നുമില്ല ഇതിനകത്ത്. പൊക്കട്ടെ. വെറുതെ ആയിപ്പോ കേട്ടോ. വെറുതെ 40 രൂപ എടുത്ത് പടവും കണ്ട് പടത്തിൻ്റെ അകത്ത് ഒന്നും ഇല്ല എന്തായാലും. ശേടാ ചെമ്മാനം കാണേ പറന്നിടാം, ഈ ലോകം കാണാൻ തുടങ്ങിടാം. ദൂരെ ദൂരെ വനം മേലെ പോകാം കാറ്റിൻ ചാരേ ചാരേ താനേ ചേരും പറവകളെ. ഒരു സ്ഥലത്ത് ഇതിന് ഇറക്കാൻ പറ്റില്ല. ബക്കറ്റ് വെള്ളം ഇതിന്റെ അടുത്ത് ഇവനെ അടുപ്പിച്ചാക്കരുത്. ഭയങ്കര വെള്ളത്തിൽ ഇറക്കിയില്ല. നോക്കി വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. ഗൈസ് ഫൈനലി ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാ കേട്ടോ. ഓക്കെ, ചെറിയൊരു പറ്റ പറ്റിക്കും. ഇപ്പൊ തെറിയൊക്കെ എങ്ങനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടെ 1 കിലോ മീനുണ്ട്. ആര് വെട്ടുമെന്ന് ചോദിക്കേ. അഭിരാമി ചോദിച്ചേ. അഭിരാമി എടി 1 കിലോ മീൻ മേടിച്ചേ. 1 കിലോ മീൻ മേടിച്ച ആരാ വെട്ടുക? റോഹു. റോഹു മീൻ ആരാ വെട്ടുക? റോഹു മേടിച്ചു, പിരാനയും മേടിച്ചു. മമ്മി ചാടി ഇറങ്ങി വന്നു കേട്ടാ. സത്യമായിട്ടും പറഞ്ഞ മേടിച്ചമ്മ. കറി വെച്ചില്ല വീട്ടത്തിന്. ഗൈസ് ഫൈനലി നമ്മൾ പ്രതീക്ഷ പോലെ ഒന്നും നടന്നില്ല കേട്ടോ. വെറുതെ ആയിപ്പോയി. നിങ്ങളുടെ ലിഫ്റ്റിക്ക് പോലെയാ. തേച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കളർ പോകും എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു. നിന്റെ സൗണ്ട് കേൾക്കാതിരിക്കാൻ ഞാൻ ഈ ഫാൻ ഓണാക്കുവാ. പ്രശ്നം കഴിഞ്ഞല്ലോ. ഗൈസ് കൊറേ ഇങ്ങ് ദൂരം വന്നപ്പോ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു പള്ളി കേട്ടാ. പള്ളി ഉണ്ടല്ലേ? വേളാങ്കണ്ണി പള്ളി പോലെ തന്നെ. സത്യം നമ്മുടെ അതേ സെറ്റപ്പിലുള്ള പള്ളി. പോകുന്ന വഴിയൊക്കെ കൃഷിയല്ല ലിബിയ. കൃഷി കൊണ്ട് ഉപജീവനമാണ് ഇവർ ഏറ്റവും കൂടുതൽ വരുമാനം. ആയിരിക്കും അല്ലേ? അതെ, ഈ ഏരിയ ഒക്കെ മെയിൻ കൃഷിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും കേട്ടോ. ഇവിടെ ഇപ്പൊ 1 കിലോ തക്കാളിക്ക് ഇവിടെ തന്നെ 70 രൂപ 80 രൂപ റേറ്റ് വരുന്നത്. അതെ, അങ്ങനെ വരാൻ നേരത്ത് ഇവർക്ക് ഇപ്പൊ അത്യാവശ്യം പൈസ കിട്ടുന്നുണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഇത്രയും തന്നെ പൈസ വരണം പച്ചക്കറിക്കും കാര്യങ്ങളൊക്കെ. എന്നാലും ഇവരെ പോലെ ഉള്ളവർക്ക് എന്തെങ്കിലും ലാഭം കിട്ടുകയുള്ളൂ. അഭിരാമി പിണങ്ങി കാശ്. അഭിരാമി ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. അഭിരാമി ഈ റോഡിന്റെ പേരെന്നാ? അഭിരാമി പിണങ്ങി. ചിഞ്ചുറാണിക്ക് എന്തോ പറ്റി. ചിഞ്ചുറാണി പിണങ്ങിയതാണ് ഇവൻ പറയുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഹൽവായി റിവർ കേട്ടോ. ഹൈവാരി റിച്ച് നോക്കി. KTS ബ്രിഡ്ജ് കേട്ടോ. KTS അല്ലേടി? KTS ബ്രിഡ്ജ് കറക്റ്റ് കേട്ടോ. ഈ പോകുന്നതും ആ കാലത്തൊക്കെ നിർമ്മിച്ചായിരിക്കും ചേട്ടാ. അതാവാനാണ് സാധ്യത. ഇതെന്നെ പറഞ്ഞ ഇങ്ങനെ വരുന്ന വാ തുറന്ന് ഇതിപ്പോ ലോറിയും കൂടെ കയറ്റി വെക്കത്തില്ലായിരുന്നു അതിന്റെ മേളില്. സക്സസ് തന്നെയാ. എന്തോരം ലോഡാണ് വലിച്ചോണ്ട് പോകുന്നത്. ഇവിടുത്തെ വിദ്യാലയമാട്ടോ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഏടാലും ഇവനെ പഴയ സ്കൂൾ പൊളിച്ചു കളഞ്ഞു. പിന്നെ പഴയ വിദ്യാലയം, പുതിയതല്ല. ഇത് പുതിയ തൊട്ടിപ്പുറത്ത് വേറെ ബിൽഡിംഗ് ഉണ്ട്. ഇതാണ് പുതിയ വിദ്യാലയം. വളരെ കഷ്ടം. നേഴ്സറി LP നേഴ്സറി അത് തന്നെ. വളരെ സാധാരണ രീതിയിലുള്ള വീടുകളാട്ടോ ഈ ഒരു ഭാഗത്തോട്ടൊക്കെ. പിന്നെ ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസം ഭയങ്കര കൂടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ ഇവനെ. ഇവരൊക്കെ മെയിൻ സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഈ കൃഷിഭൂമി വന്നിട്ടുള്ള മല്ലുപിടുത്തം കേട്ടോ. മണ്ണിനോടുള്ള മല്ലാണ് ഇവരുടെ മെയിൻ. ഇപ്പത്തെ സ്വർണ്ണം എന്ന് വെച്ചിട്ടുണ്ട് ഈ തക്കാളി കേട്ടോ. ഇവിടെ വിലയാ. നമ്മുടെ നാട്ടിൽ എത്രയാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ നാട്ടിലും വിലയാണ്. ഇവിടെ ഇത്ര വിലയൊക്കെ നമ്മുടെ വിലയല്ലേ. ഫോറസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിലൂടെ പോകുന്നത്. കുറെ ഇങ്ങ് ഓടിയാലും ഇതുപോലത്തെ ദാബയും
പിന്നെ ടയർ ഷോപ്പും കാണാം. പിന്നെ ആ. ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ മഴക്കാലത്ത് നമ്മൾ നിർത്താൻ നേരത്ത് വളരെ ശ്രദ്ധിക്കണം, നമ്മുടെ ടയർ താന്നു പോകും. ഇങ്ങോട്ട് നോക്കിയേ, ആന്റണിയും ചങ്ങരാതിക്കും മാത്രമാണ് ട്രക്കുകളുള്ളത്. വണ്ടി വളരെ കുറവാണ്. അതുകൊണ്ട് വേണം ഞാൻ ഓടിക്കാം കേട്ടോ. അഭിരാമിയുടെ അഭിമാനം പോയെന്ന് പറഞ്ഞത് അഭിരാമി മുഖമൊക്കെ വീർപ്പിച്ചിരിക്കുക. അഭിമാനം പോയെന്നല്ല, അഭിമാനത്തെ ഓർത്ത് അവള് ഞാൻ ലാസ്റ്റ് അവസാനത്തെ നമ്പർ ഇറക്കി നോക്കി, വണ്ടി ഓടിക്കാൻ തരാന്ന് പറഞ്ഞു. അവള് വലിയ കയറ്റി പിടിച്ചിരിക്കുന്നു. ചതവേറ്റു. ഗധനാല എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഈ ഫോറസ്റ്റിനും പേരോ. ഗധനാല ഫോറസ്റ്റ്. ഓ കട്ട റോഡാട്ടോ, തല്ലിപ്പുള്ളി റോഡാ ഇത്. പിന്നെ കുറവ് അങ്ങോട്ടങ്ങോട്ട് എന്നെ ആയിരുന്നടാ. നമ്മൾ വന്ന റോഡ് എന്നെ റോഡ് ഉണ്ടായിരുന്നോ? ഞാനൊക്കെ ഓടിച്ചാലും ഭാഗ്യം, നീയൊക്കെ രക്ഷപ്പെട്ടു. ഇത്ര നേരം തിങ്ങി നിറഞ്ഞ വനത്തിലൂടെയാണ് സഞ്ചരിച്ചെങ്കിലുണ്ടല്ലോ, ഇപ്പം ഇങ്ങോട്ട് വനമൊന്നുമില്ല. ഇതേപോലെ അടുത്ത ബസ് വന്നു, ഒരു ലോറിക്ക് കയറാനുള്ള സാധനം ഉണ്ട് കേട്ടോ. മൊത്തം കഴുതച്ചൊക്കെ അല്ല കേട്ടോ, അത് വേറെന്തോ ടൈപ്പ് സാധനം. പൊട്ടൻ കഴുതാന്ന് പറയാത്, കഴുതച്ചൊക്കെ ഉണ്ടാവില്ല, പൊട്ടനാണ്. ഞങ്ങളെ പോകുന്ന വഴി കണ്ടൊരു ദാബയാട്ടോ. നോക്കിയേ, ആദ്യമായിട്ട് കാണുന്ന ഒരു കല്ലും മണ്ണും മാത്രമേ ഉള്ളൂ ആ ദാബേന്റെ അകത്ത്, വേറൊന്നുമില്ല. ചെറുകടി ഉണ്ട് കേട്ടോ. അതിനെ കല്ലുകൊണ്ടുണ്ടാക്കിയ ദാബ. ചായയും കിട്ടും ചെറുകടിയും കിട്ടും. ആഹാ, ഇത് കൊള്ളാലോ പരിപാടി. ഇവിടെയൊക്കെ വിജനമായ രീതിയിലേ കൃഷിഭൂമിയാ. അല്ലാണോ ലിബിനെ? കൃഷിഭൂമിയാ. ഇതെന്താടാ ലിബിനെ? ഇതെനിക്ക് തോന്നുന്നത് ഒരു പഴയ സ്കൂളാണ് ഇവനെ. അത് ആണോ? സ്കൂൾ. എടാ പല ബിൽഡിങ്ങും പല ബസ് സ്റ്റോപ്പ് എല്ലാം നോക്കി മെയിൻ്റെനൻസ് ഇല്ല, അതെല്ലാം നശിച്ച് നാരണക്കല്ല കേട്ടോടാ. ഇത് കൊല്ലങ്ങളായത് ഇവനെ. ഇനി അതിനകത്ത് എന്ത് മെയിൻ്റെനൻസ് ചെയ്യണം? പുതിയത് പണിയാന്നല്ലേ. ഇന്നലെ രാത്രിയിലേ ഇതേപോലത്തെ ട്രക്കുകളാണ് നമ്മളെ കുടുക്കി കളഞ്ഞ്. രാത്രിയല്ലേ? തേക്കത്തൊന്നുമില്ലെന്ന് തോന്നുന്നുണ്ടോ ബിൽഡിംഗ് ഒന്നും. അതെങ്ങനെ സംഭവം എന്നറിയോ? ഞാൻ വേറെ ഒരു സ്ഥലത്ത് കേട്ട എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ട്. തേച്ചിട്ടുണ്ട് ടാക്സും, തേച്ചിട്ടില്ല ടാക്സും. ചുടുകെട്ടുണ്ടോ ബിൽഡിംഗ് മൊത്തം? വീട് കേട്ടോ ഇങ്ങോട്ടുള്ള ഒരിക്കലും ആണോ? അല്ല, ഇപ്പൊ ഇവിടെ തേച്ചാൽ ഒരു ടാക്സും അങ്ങനെ ആൾക്കാർ തേക്കൂല പുറം. അതുകൊണ്ട് കൊലേദിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. അതായത് ജാർഖണ്ഡിലെ ഒരു ഗ്രാമപ്രദേശത്തോട് ചേർന്നുള്ള ഒരു കൊച്ചു പട്ടണമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ കോഴി കിട്ടും, കോഴി. കൊലേദിറ അല്ലേ ഇബ്രാഹിമി? കൊലേദിറ എന്ന് പറയും. തദ്ദേശീയമായ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്ന ജാർഖണ്ഡ് ചേച്ചിമാര് ചേട്ടന്മാര് പ്ലാന്റീന്നേ നേരിട്ട് ഇറങ്ങി വരുന്ന വണ്ടികളാട്ടോ ഈ കാണുന്ന മൊത്തം. ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഇഷ്ടം പോലെ വണ്ടി എത്രണ്ണം പോകുന്നുണ്ടല്ലേ. എന്ത് രസമല്ലേ ടാറ്റയുടെ വണ്ടി കാണാൻ. ഈ പ്രൈമി ഇങ്ങോട്ട് പോകുന്ന പുത്തൻ പ്രൈമി ഇറങ്ങുന്നുണ്ടോ ഈ രീതിക്ക്? ഇറങ്ങുന്നുണ്ടല്ലോ. പ്രൈമയുടെ ട്രെയിലർ ഇറങ്ങി തുടങ്ങിയല്ലേ. താനേ ചേരും പറവകളെ കാണാലോകം തിരയുകയായി മണ്ണിൽ ചേരും നാളതിലൊരു പിടി ഓർമ്മകൾ കൂട്ടിനായി. നമ്മളിപ്പോൾ ഉള്ളത് പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്താണ്. നമ്മൾ എവിടെ കൃഷി, അതായത് വയൽ റെഡിയാക്കി, കളം റെഡിയാക്കി. ഇത് കണ്ടോ ഈ കാണുന്ന പിന്നെ കാളയല്ലേ ഇപ്പം അത്? ഇത് കാള. കാളേനെ കൊണ്ടേ അവർ ഉഴുതിട്ട് ഇപ്പം കറ്റ നടാൻ വേണ്ടി പോവാ കേട്ടോ. അതായത് നെല്ല്. അത് തന്നെ, കണ്ടം പൂട്ട് ഇവർ കറ്റ നടാൻ വേണ്ടി പോവാ. സംഭവം വേറൊരു സെറ്റപ്പാട്ടോ. പക്ഷെ നമുക്ക് കാണുമ്പോൾ നല്ല ലുക്കായിരിക്കും. പക്ഷെ വേറെ സംഭവം ഉണ്ട്, ചെളിമണമാണ്. അതുണ്ടാവും കേട്ടോ. ചെളിമണം മാത്രമല്ല, ഇവര് എന്തോരം കഷ്ടപ്പെട്ടല്ലേ ഇവർക്ക് 10 പൈസ കിട്ടുക. എത്ര നേരം ഇവര് തുടങ്ങിയിട്ട് ചവിട്ടി താത്തി എന്തോരം കഷ്ടപ്പെട്ടിട്ടാ. എനിക്കൊന്ന് 3 മാസം. പപ്പ ഈ നെല്ലാൻ എത്ര സമയം വേണം പപ്പ? ഏകദേശം എനിക്കൊന്ന് 3 മാസം 3 മാസം വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കണ്ടപ്പോൾ നിർത്തിയതാണ്. ഞങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ കയറും കേട്ടോ. കാരണം നമ്മൾ 2-2:30 ആകുമ്പോഴേ നമ്മൾ റാഞ്ചിയിലെത്തും. എന്തായാലും നമുക്ക് ധോണിയുടെ നമുക്ക് വീട്ടിലെത്തണം. ഗൈസ്, ധോണിയുടെ വീട് കണ്ടില്ലാലും ധോണിയുടെ ഗേറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരും കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന ധോണിയുടെ ഗേറ്റ്. വാ, കമാൻ. നോക്കിയ ബസ്സിന്റെ മേലെ സീറ്റിൽ ആളിരിക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അവർ നടുക്ക് മൊത്തം നിൽക്കുക വണ്ടിയുടെ മേളില്. അതൊരു 80 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ബസ്സിന്റെ മേളില്. എന്റെ ദൈവമേ, ഒരു ചേച്ചി എപ്പം തുടങ്ങിയ വാളാന്നറിയാവോ?
നിർത്തിയിട്ടില്ല. ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന്റെ മേള് മൊത്തം ആളായിട്ടായി. ഇതിന്റെ ഉള്ളു നോക്കി, ഉള്ളിലേക്ക് നോക്കി ഉള്ളി സ്ഥലമുണ്ട്. എന്താ മേലാ മനുഷ്യൻ ഇരിക്കുന്നത്? മനസ്സിലാകാത്തൊരു കാര്യം, ഇവിടെ ഉച്ച വരെ ക്ലാസ് ഉള്ളോ എന്ന് ചെറിയ സംശയമുണ്ട് കേട്ടോ. ഇത് കുട്ടികളെല്ലാം ക്ലാസ് കഴിഞ്ഞ് പോകുന്നു. എനിക്ക് തോന്നുന്നു ചോറ് തിന്നുന്ന വേറെ സ്ഥലത്താണോ തോന്നുന്നത്. അത് ഇനി തിരിച്ചു വന്ന് വീണ്ടും ക്ലാസ്സിൽ കയറും. അങ്ങനെ വരൂലടാ, അങ്ങനെ വരൂല. ശരിയാട്ടെ, ഇനി ഉച്ച കഴിഞ്ഞാണ് ക്ലാസ് തുടങ്ങുന്നത്. ഇനി പരീക്ഷയാണ് ഇവർക്ക്, അതും പറയാൻ പറ്റില്ല. ദൈവമേ, നമ്മുടെയൊക്കെ നാട്ടിലൊന്നും ഇപ്പൊ സ്കൂൾ വിട്ട് ഇത്രയും പിള്ളേരൊന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തോരം പിള്ളേരാ നോക്കിയേ. അത് എന്ത് ഡിസിപ്ലിൻ ആയിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന ഈ കാണുന്ന ഈ റിവറാണ് സൗത്ത് കോയൽ റിവർ. യെസ്, നോക്കിയേ, ഈ കാണുന്ന പാലത്തെ ഭേദിച്ചാണ് നമ്മൾ ഈ റിവറിനെ വെട്ടിമുറിച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നു കേട്ടോ. നമ്മുടെ ഗ്യാസും സാധനമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ 4-5 ദിവസത്തെ എന്തായാലും ഉണ്ടാവും. ഉറപ്പല്ലേ? ഉറപ്പാ. കാരണം ഇവിടെ LPG സംഭവങ്ങളൊക്കെ നിറയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തരം സ്പൈസസ് കിട്ടും ഇവിടെ. ആണല്ലേ? ഗൈസ്, ഫൈനലി ഞങ്ങളെ ഒരു സ്ഥലത്ത് നിർത്തിയേ. വണ്ടി അവിടെ ഉണ്ട്. ഇതൊരു ബേക്കറി കേട്ടോ, നാട്ടിൻപുറത്തെ ബേക്കറി. നല്ല സാധനം ഉണ്ട്. മാർബിൾ കേക്ക് തൊട്ടെല്ലാം സാധനം ഉണ്ട് അവിടെ. ഇത് ജിലേബി, സമൂസ, പൂരി. ഇതന്നെ ചെറിയ സാധനം, ഉണ്ണിയപ്പം പോലത്തെ എന്തൊരു സാധനം ഇതാ ഇവിടെ. എന്നാന്ന് എനിക്കും കറക്റ്റ് അറിയത്തില്ല. പല പല സാധനങ്ങളുണ്ട്. ഇതന്നെ സാധനം എന്നറിയാവേ. ഉണ്ടക്ക, ഇത് ലഡു. കിത്തനായേ? 6 रुपये എത്രയാടാ? 6 രൂപ. कितना है? 6 രൂപ पीस का. वो 10 दे दो. हाँ, एक ये लड्डू है ना? लड्डू है ना? ये 10 दे दो. हाँ, ये वाला 10. हाँ, 10. ये क्या है भैया? ये क्या है? एक पीस. 1 रुपये पीस. हाँ, 1 रुपये एक पीस. 1 രൂപ ഉള്ളൂ. ഉണ്ടൊക്കെ പോലത്തെ ഒരു പീസിന് 1 രൂപ. നമുക്ക് പറ്റൂല കേട്ടോ. ആട്ടാ ആട്ടാ. कितना है? 10 रुपये पीस गुलाब जामुन. 10 रुपये पीस. ഗുലാബ് ജാമുൻ. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ. ഞങ്ങൾ മേടിച്ച് കുറച്ചെണ്ണം. വലിയ പൈസയൊന്നും ആയില്ല കേട്ടോ. 10 ലഡുവിനും ഇതിനും എല്ലാത്തിനും 6 രൂപ. 6 രൂപ. പാത്രമാണ് വെറൈറ്റി. ഇതിന്റെ അകത്താണ് നമുക്ക് സമൂസ. ഞങ്ങൾ എല്ലാവരും ഓരോ സമൂസ ആദ്യമായിട്ട് കറിയും മുളകരച്ചതും തരുന്ന കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അല്ലേ, ഇതെങ്ങനെ എടുക്കുക? അമ്മ പൈസ തീയോ ഗൈസ്. ഇനി നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, റാഞ്ചി ലക്ഷ്യമാക്കി പോവാട്ടോ. ഇനി നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ നല്ല സമയം എടുക്കും. അതുകൊണ്ട് നമുക്ക് ഇനി ഇച്ചിരി സ്പീഡിൽ പോവാം. പിന്നെ വണ്ടി. എന്തായാലും നമുക്ക് ധോണി ഡേറ്റ് നന്നാക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 4-ക്കും 5 മണിയുടെ ഇടയ്ക്കാ. ഫൈനലി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഇനിയും നമുക്ക് 1 മണിക്കൂറോളം സഞ്ചരിക്കണം. 1.5 മണിക്കൂർ വേണം. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 മണിക്കൂർ 24 അവറും വേണം. 70 കിലോമീറ്ററിന്. 70 കിലോമീറ്റർ. അപ്പോൾ ഈ റോഡ് ഇച്ചിരി മോശമാണ്. ചെറിയ റോഡ്, വളരെ ശ്രദ്ധിച്ച് പോകണം കേട്ടോ. വീടുകൾ നോക്കിയേ, സാധാരണ മണ്ണുകൊണ്ടുള്ള വീടാട്ടോ. അതേ ആ വീടിനോട് ചേർന്ന് തന്നെ മധുരക്കിഴങ്ങ് കൃഷിയാന്ന് തോന്നുന്നല്ലേ അഭിരാമി? മാവ് ഇതുണ്ടോ? ഈ കാണുന്ന ഇത് കണ്ടോ? ഇത് ഫുള്ള് മധുരക്കിഴങ്ങ് കൃഷിയാ. അത്യാവശ്യം വീട് നോക്കിയേ, എന്ത് രസം നോക്കിയേ വീട് കാണാൻ വേണ്ടി. പിന്നെ ഈ സമയത്ത് നമ്മൾ വന്നാണ് ഇത്ര രസം. പക്ഷെ വേനൽക്കാലത്ത് വന്നാൽ ഇത്ര രസം ഉണ്ടാവില്ല, പച്ചപ്പ് ഉണ്ടാവില്ല ഇവിടെ. മൺസൂൺ ആയതുകൊണ്ടാണ് ഇത്ര പച്ചപ്പ്. നമ്മളൊരു പെടല് പെട്ടല്ലോടാ. നമ്മൾ ഇവിടെ ഹൈറ്റിന്റെ വിഷയമുണ്ട് കേട്ടോ. 4.4 തോന്നുന്നു. ഇവിടെ മണൽ വണ്ടി കണ്ടമാനം പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, റെയിൽവേ. എടുത്തോട്ടെ വാ 100% പോവോ? സെൻട്രോ പോവോ? എടുക്കാവോ? രക്ഷപ്പെട്ടു. ഇല്ല, നമ്മളുണ്ടല്ലോ തിരിച്ചോടേണ്ട വന്നാണ്. അയ്യോ, ആ കമ്പി വിഷയല്ല കേട്ടാ. ഇത് കയറിയെങ്കിൽ അത് കയറും. ഇത് കയറിയെങ്കിലേ അതിൽ ബസ്സൊക്കെ വരുന്നപ്പാ. നമ്മൾ വേറെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ എത്ര സ്ഥലങ്ങൾ നമ്മൾ കയറ്റിയതാണെന്നറിയാവോ? ഇവിടെയോ? ഇത് പണി വാളാൻ ചാൻസ് ഉണ്ട്. എടുത്തോട്ടെ. ഇങ്ങനെ എടുത്തോണേ. ഒരു മിനിറ്റ് പയ്യോ. എടാ അമിത്, നീ സൈഡ് നോക്കണേ. പോട്ടെ.
എടുത്തോട്ടെ? പോട്ടെ. ഭാഗ്യം. ഗൈസ് ഫൈനലി നമ്മൾ ഒരു വിധത്തിൽ ആ 2 റിവേ ക്രോസും കടത്തി നമ്മൾ ഇവിടെ കൊണ്ടുവന്നു. ലിബിൻ അതാ മൂക്കും കുത്തി താഴെ പോയിട്ടുണ്ട് കേട്ടോ. എടാ ലിബിൻ പോയി. ഇല്ല ചള്ളയാ ലിബിനെ കാലി കഴുകി ഇറങ്ങിയതാ. ഇല്ലെന്നേ ചള്ളക്കാത് മണ്ടൻ. നീ എന്നാ പൊട്ടനാടാ? ഈ കാലമാണ് എന്നെ മൂഞ്ചിച്ചതാ. എടാ ഇവിടെ വെള്ളം തരാം. എടാ വണ്ടി വെള്ളം ഉണ്ടാ. അറിയാന്നല്ലേ ബുദ്ധിയില്ലാത്ത ഇരിക്കുന്ന നീ അവിടെ എടാ വണ്ടി വെള്ളമുണ്ട്. ആ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കൂട്ടിക്കാണ്ട് വാ. ഇങ്ങനെ നീളത്തിൽ കിടക്കുക കേട്ടോ. പിന്നെ ഈ കാണുന്ന നമുക്ക് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയല്ലേ ഇവനെ. സത്യം ഇങ്ങനെ നീളത്തിൽ ഒരു പാത റാഞ്ചി വരെ സെയിം സെറ്റപ്പാന്ന് പറഞ്ഞത്. അതിനുശേഷം നമുക്ക് പാട്നയ്ക്ക് പോകുന്നതാണ് ഈ 4 വരി. ആ സത്യം അത് അങ്ങോട്ട് തട്ട് കൃഷി. ഇവിടുത്തെ സ്കൂളാട്ടോ. ആ സ്കൂൾ വിടാം അല്ലടാ ഇതിനെ പച്ച അത് തന്നെ റെഡ് ഗ്രീന് ബ്ലൂ. എന്താ സ്പോർട്സ് ഡേയാ? എന്തോ സ്പോർട്സ് ഡേ പിള്ളേരെ. ഇവനെ പണ്ടൊക്കെ ഇതൊക്കെ എന്ത് ഇതായിരുന്നല്ലേ ഇവനെ നമ്മുടെ ഒക്കെ കാലത്ത്. ലിബിനെ LP UP സത്യം. ഗൈസ് നമ്മളിപ്പം പക്ക ഫോറസ്റ്റിലൂടെ ആട്ടോ പോകുന്നത്. നമ്മൾ 3 ദിവസമായിട്ട് നമ്മൾ എപ്പോഴും സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ഫോറസ്റ്റിൽ കൂടെ അല്ലേ. നല്ല അടിപൊളി തേക്കും ഫോറസ്റ്റ് ആയത്. ഇതിലെ ജില്ല വഴിയുണ്ട്. ഗൈസ് ഒരു വലിയ മാർക്കറ്റ് ആട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. പോലീസുകാരുണ്ട്. പട്ടാളം അല്ലേ? ജാർഖണ്ഡ് പോലീസുകാരാണ് നിൽക്കുന്നത്. CRPF അല്ല. ജാർഖണ്ഡ് പോലീസുകാരാ. എന്നാ തിരക്കാന്ന് നോക്കിയേ ഈ ഒരു സ്ഥലത്തിന്. നല്ല കിട്ടില്ല. അങ്ങോട്ട് നോക്കിയേ എന്താ തിരക്ക്. ദൈവമേ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അതെ 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 അതെ. ഫൈനലി നമുക്കങ്ങനെ 4 വരി പാത കിട്ടിയിരിക്കുകയാണ്. ഇനി പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് നമുക്ക് 15 കിലോമീറ്റർ ഉള്ളൂ. അമ്പോ ഫ്ലാറ്റുകളൊക്കെ എന്നാ വലിപ്പമുള്ള കാണാൻ തുടങ്ങി നോക്കി. ഇതാണ് ഇനി ചേട്ടന്റെ വീട്? അല്ലല്ലോ ദൈവമേ ഈ പുന്നാരമോൻ എങ്ങോട്ടാ? എന്ത് തോന്നിയാസായി കാണിക്കുന്നത്. നിങ്ങളെങ്ങനെ ധോണിയുടെ വീട്ടിലെത്തി. ഇതാണ് ധോണിയുടെ ധോണി ഹൗസ്. നമുക്ക് ഇവിടെ നിർത്താടാ. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ CCTV കേട്ടോ. ഫുള്ള് CCTV. എന്നാ നീളത്തിലാ കിടക്കണെന്ന് നോക്കി. ഇങ്ങോട്ട് അങ്ങ് വരെ ഗേറ്റ് ആണുള്ളവരെ. എന്റെ അമ്മ അതിനുള്ളിൽ ഫ്ലാഗ് എങ്ങനെയാണ്? ഇന്ത്യൻ ഫ്ലാഗ്. ഫൈനലി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ്. അങ്ങ് നോക്കിയുടെ വീടിന്റെ ഒക്കെ ചെറിയ അംശങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു വീടിന്റെ അംശം ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. അങ്ങ് നോക്കിയേ അങ്ങ് ദൂരെ നോക്കിയേ. ആ വീടിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഇവിടുന്ന് കാണാം കേട്ടോ. ഇതെവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് സംഭവങ്ങളൊക്കെ. ഇനി ഇതാണ് ഗേറ്റ്. വാ ഈ പേര് വായിക്കാൻ അറിയാവോ? VARA. ഗൈസ് ഇതാണ് സംഭവം. ഇത് കൂട്ടി വായിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ റൂട്ടിൽ കൂടി ആയിരുന്നു പോകണ്ടേ. അപ്പൊ ഈ റൂട്ടിൽ ഇതാണോ വീട്? ശരിക്കും എന്റെ പൊന്നു മോനെ. ഇങ്ങോട്ട് മേളിൽ സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ പോലെ. ഇവിടെ ഇത് പമ്പം വീടാണല്ലോടാ. ഗൈസ് ഇതാട്ടോ ധോണിയുടെ വീട്. ഇത് കൊള്ളാലോ. ഫ്രണ്ടിൽ കണ്ട ചെറിയ ചെറിയ വീട്. അതിന്റെ മേളിലോട്ട് ഇങ്ങനെ ഫ്ലാറ്റ് പോലെ വലിയ. എത്ര നില ഉണ്ടാവും? 4-5 നില ഉണ്ടാവൂലേ? ഉണ്ടാവും. ഏകദേശം അത്ര ഉണ്ടാവും കേട്ടോ. ഗൈസ് അതായത് ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് നമുക്ക് നേരെ പാട്നയ്ക്ക് പോകേണ്ടത്. അപ്പം റാഞ്ചി എത്തുന്നതിന് മുമ്പാണ് പുള്ളിയുടെ വീട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഗേറ്റ് ഉണ്ടോ? കറക്റ്റ് നമ്മുടെ വീടിന്റെ അത്ര ഗേറ്റിന് അത്ര ഉണ്ട്. ഇല്ല ചേട്ടാ. ഒരു 10 കൊല്ലം മുന്നേ ഒക്കെ ഇവിടെ വന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യായിരുന്നു പുള്ളിക്കാരനെ കാണാൻ വേണ്ടി. ഗൈസ് ഇത് കണ്ടോ? ഇതൊക്കെ സെക്യൂരിറ്റി ഹൗസ് ആട്ടോ. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഇവിടുന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ഉണ്ട്. പുള്ളിയുടെ 1 കിലോമീറ്റർ നീളമുണ്ട്. ഇതാണോ ഫാം ഹൗസ്? ഇതാ ഫാം ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെയല്ലേ പുള്ളിക്കാരൻ? നമ്മുടെ ഇത്രയുണ്ട് ഗേറ്റ്. പക്ഷെ നമുക്ക് ഈ സിഗ്നൽ ഇല്ല. നമുക്ക് വേറൊരു സിഗ്നൽ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ ഒരെണ്ണം വെക്കണേ. ഇതൊന്ന് വായിച്ചിടാം. ഇത് ഇംഗ്ലീഷില് വാര എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. വാരാന്ന് ചിലപ്പോൾ വീടിന്റെ പേരായിരിക്കും. ഇടയ്ക്ക് പുള്ളിയില് ഇടയ്ക്ക് ഇവിടെ നിറച്ചും ആൾക്കാരും വണ്ടിയിലൊക്കെ ആൾക്കാർ പോകുന്ന പുള്ളിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇതിലൊരു കൊച്ചു വന്നിട്ട് ആ കൊച്ചോട് ചോദിച്ചു ഇതാണോ വീടെന്ന് ചോദിച്ചു. അതെ ഇതാ വീടെന്നാ പറഞ്ഞ്. എന്ത് രസമല്ലേ. ഒരു പ്രത്യേക സെറ്റപ്പ്. ഫുള്ള് തണലാ കേട്ടോ. വീടിന്റെ അകത്തോട്ട് ഫുള്ള് തണൽ മരങ്ങൾ വെച്ചേക്കുക. ഗൈസ് നോക്കൂ സെറ്റപ്പ് അല്ലേ. ഫുള്ള് സെറ്റപ്പ് ആട്ടോ.
എന്തായാലും നമ്മുടെ വണ്ടി ഇത് കണ്ടോ അവിടെ കിടപ്പുണ്ട്. അഭിരാമി ബ്ലോഗൊക്കെ ചെയ്ത് മൈക്കിൾ കൈയൊക്കെ ആട്ടി മൈക്കിൾ വരുന്നുണ്ട്. മൈക്കിൾ ബേബി ഇതാണ് ഹെലികോപ്റ്റർ ബാബ. അതെ, ഹെലികോപ്റ്റർ ബാബയുടെ വീട്. ഇതെന്നാ വീടാ എവിടെ കാശ് നോക്ക്. പപ്പ ഉറങ്ങിപ്പോയിട്ടോ. പപ്പയ്ക്ക് പിന്നെ അമ്മ പണ്ട് കാലത്ത് ഒരു മുടിയൊക്കെ ഉള്ള ഒരു പുള്ളിക്കാരൻ ക്രിക്കറ്റ് കളിക്കുന്നത് പുള്ളിക്കാരൻ്റെ വീടാ. ഇന്ത്യയുടെ ക്യാപ്റ്റനിലായിരുന്നോ ധോണി എന്ന് പറഞ്ഞേ പുള്ളിക്കാരൻ്റെ വീടാ ഇത്. എന്തോരം സ്ഥലം അല്ലേ, എന്തോരം സ്ഥലത്ത് ഇത് ചെയ്താക്കണം. ഇതിൻ്റെ അകത്തൊക്കെ ലൈറ്റ് ഉണ്ടപ്പാ. ക്യാമറ കൂടെ നോക്കുന്നുണ്ടാവും എന്തായാലും നമ്മൾ. നോക്കിയോട്ടെ ഗൈസ്, ആഞ്ചിയിൽ നിന്നും പാട്നയ്ക്കുള്ള റൂട്ടിലേക്കാണ് പോകുന്നത്, അതായത് സിലിഗുരി. ആ പാട്ന കഴിഞ്ഞാണ് നമ്മുടെ സിലിഗുരി ലൊക്കേഷൻ. നോക്കിയാൽ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നോക്കിയേ. അട്ടിയായിട്ട് തീപ്പെട്ടി കഷ്ണങ്ങൾ അടുക്കി വെച്ച പോലെ വീടുകൾ നിരനിരയായിട്ട് നിൽക്കുക കേട്ടോ. നമുക്കിനി എവിടെയെങ്കിലും നല്ല ഒരു ഇത് കിട്ടി. ഇങ്ങോട്ട് നോക്കിയേ. ആ അവന് നീ വിട്ട് എന്നെ കാണിക്കാൻ നോക്കാലോ. ഗൈസ് കുറുമ്പാ കേട്ടോ. നിനക്ക് പാലില്ല. അപ്പാപ്പിക്ക് നീ മേടിച്ചു തന്നില്ല. അപ്പാപ്പിക്ക് നീ പൈനാപ്പൂരി മേടിച്ച് തന്നില്ല.